ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ്. ഇന്ന് ഞാൻ വെറുതെ വീട്ടിലിരിക്കുമ്പോഴാണ് സിസ്റ്ററും അവളുടെ ഹസ്ബൻഡും അങ്ങോട്ട് വന്നത്. ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന്. ഇങ്ങനെ സിസ്റ്റർക്ക് വയ്യ, അതുകൊണ്ട് സിസ്റ്റർക്ക് ചില ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നല്ല പോസ്റ്റായിരുന്നു. ഇങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോയെന്നറിയോ? കുറച്ച് എത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത വിശപ്പ് തോന്നി. എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ളത് കൊണ്ട് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ആപ്പ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു കഞ്ഞി കിട്ടുന്ന നല്ലൊരു സ്പോട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ നിന്നപ്പോൾ ഞാൻ എൻ്റെ കമ്മലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗായ്സ്. ഇത് ഞാൻ 50 രൂപയ്ക്ക് ഇന്ന് മേടിച്ച കമ്മലാണ് ഗായ്സ്. എങ്ങനെയുണ്ട്? കാണാൻ കൊള്ളാം അല്ലേ? അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കെന്നെ തോന്നി ഞാൻ വല്ലാതെ തടിച്ചിരിക്കുന്നു. എങ്ങനെ തടിക്കാതിരിക്കും? അങ്ങനെ ഞങ്ങളുടെ സ്പോട്ട് എത്തി കുഞ്ഞിക്കൊടുക്കുക. അപ്പോൾ കുഞ്ഞിക്കൊടുക്കയിൽ പോയിട്ട് നമുക്ക് കഞ്ഞി കുടിച്ചാലോ? കൺട്രോൾ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. തടി എങ്ങോട്ട് വല്ലാണ്ട് കൂടി പോകുന്നുള്ള പേടിയുണ്ട്. എന്ത് ചെയ്യാം? അങ്ങനെ നമ്മുടെ കഞ്ഞിയും നല്ല ചൂട് കഞ്ഞിയും ചമ്മന്തിയും കോവയ്ക്കക്കറിയും കുറച്ച് അച്ചാറും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഞങ്ങൾ ചെമ്മീൻ റോസും കൂടി വാങ്ങിച്ചു. എന്നിട്ട് നമ്മളതൊക്കെ കഴിച്ചു. പിന്നെ എങ്ങോട്ടാണ് വന്നിരിക്കുന്നതെന്ന് അറിയോ? നമുക്ക് കാറ് വാങ്ങാനുള്ള ചെറിയൊരു പ്ലാനുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഷോറൂമിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ മേടം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ഷോറൂമിൽ വന്നിട്ട് ശേഷം നമുക്ക് ഷോറൂമിൻ്റെ അകത്ത് വെച്ച് കാണാം. അങ്ങനെ നമ്മുടെ സാർ അകത്ത് പോയിട്ട് ഓരോ കാറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു കാറ് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് നോക്കിയേക്കാമെന്ന്. അപ്പോൾ അവരുടെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല, ഇതങ്ങോട്ട് സെലക്ട് ചെയ്തു. അങ്ങനെ ആ കാറ് ഫുള്ളായിട്ട് തിരിച്ചും മറിച്ചൊക്കെ നോക്കി, ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ സംഭവം കൊള്ളാം. ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റിയ അടിപൊളി കാറാണ്. രക്ഷയില്ലാത്ത കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാലേ, ഇവർ പറഞ്ഞൊരു എമൗണ്ട് നമ്മളെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞ് എന്തെങ്കിലും കാശ് ഉണ്ടാവും വന്നിട്ട് വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും ഈ കാറ് ഞാനൊരു ലോട്ടറി വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത മാസം അത് അടിക്കുകയാണെങ്കിൽ പോയിട്ട് ഈ കാർ തന്നെ വാങ്ങണം. ഓക്കെ, അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച കാർ ഇതല്ല, ഒരു ചെറിയ കാറാണ്. സോ അപ്പോൾ അതെന്തായാലും വാങ്ങിക്കാനുള്ള പ്ലാനുണ്ട്. എന്നാൽ ഈ കാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് വിട്ടിട്ട് പോകാനും തോന്നില്ല. പിന്നെ പൈസ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ പോകാം. സോ ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടാനും മറക്കരുത്. ഞാൻ അകത്തളർന്ന് പോയി ഗൈസ്. ഗുഡ് നൈറ്റ്.